ഇല്ല ഇല്ല ഒട്ടുമില്ല ഒട്ടുമില്ല. പ്രൈസ് ഉണ്ട് പ്രൈസ് ഉണ്ട് എന്ത് കളി. എങ്കിൽ നിങ്ങൾ അവസാനം എന്നെ ഇവിടെ ഇട്ടിരിക്കുമെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ ഗിഫ്റ്റും കൊണ്ടാ വന്നേക്കുന്നത്. ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയുള്ളൂ, അപ്പോഴത്തേക്ക് തെങ്ങായിട്ടാണോ? ഓക്കെ, കറക്റ്റ് ആൻസറാണ്. ഇഞ്ചോടിഞ്ഞിൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? ആകാശ്. എവിടെ സ്ഥലം? തിരുവല്ല. ഷാർജ പാച്ചലൂർ. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾ എന്തായാലും നല്ല ടീമാണ് കേട്ടോ. ഞാൻ ആദ്യം വന്ന് ചോദിച്ചപ്പോഴേ അവർക്ക് താല്പര്യമാണെന്ന് പറഞ്ഞു. എന്താണെന്ന് പോലും തിരിച്ച് ചോദിക്കുന്നില്ല. ഓക്കെ, അതൊക്കെ മഹാഭാഗ്യമായിട്ട് കാണുന്നു. ചിലരാണെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് നിൽക്കാറുള്ളൂ. നിങ്ങൾ അതിന് മുന്നേ ഓക്കെ, അതിന് ഞാൻ ആദ്യമേ താങ്ക്സ് പറയുന്നു. അപ്പോൾ എന്താണ് സംഭവം നമ്മുടെ ഈ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. അതിന് രസകരമായ ആൻസർ നിങ്ങൾ എനിക്ക് തരിക. അറിയാവുന്ന ആൻസർ 20 സെക്കൻഡിനുള്ളിൽ പറയാൻ ശ്രമിക്കുക. 20 സെക്കൻഡ്. ഓക്കെ, കൂടുതൽ ആരാണോ പറയുന്നത് അവരാണ് വിജയ്. ഇത്രയേ ഉള്ളൂ. പ്രൈസ് ഉണ്ട് പ്രൈസ് ഉണ്ട്. പ്രൈസ് ഇല്ലാതെ എന്ത് കളി. എങ്കിൽ നിങ്ങൾ അവസാനം എന്നെ ഇവിടെ ഇട്ടിരിക്കുമെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ ഗിഫ്റ്റും കൊണ്ടാ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോകാം. നാവ് കൊണ്ട് ഇര പിടിക്കുന്ന ജീവിയുണ്ട്, ഏതെന്നറിയാം? കുസൃതി ചോദ്യം. നമ്മുടെ വീട്ടിലൊക്കെ കയറി ഇറങ്ങും ഈ ജോലിയുള്ള ആൾക്കാർ. പല്ലിയല്ല, മനുഷ്യനാണ്. ഒരുതരം ജോലിയുള്ള മനുഷ്യൻ. നാവ് കൊണ്ട് ഇര പിടിക്കും, സംസാരിച്ച് നമ്മളെ വീഴ്ത്തും. 1-2 പേരുണ്ട്. സെയിൽസ്മാൻ, അതുപോലത്തെ വേറൊരാളാണ്. ഏജന്റുമാർ. എന്ത് ഏജന്റ്? LIC. ഞാൻ അതിലൊന്നും വിടാറില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സ്ഥാനക്കയറ്റം തുടരുന്ന ജോലി ഏതാണ്? എന്ന് വെച്ചാൽ വെച്ചടി സ്ഥാനക്കയറ്റം ഉണ്ടാവുന്ന ജോലി. ഇവിടെ പറയുന്നത് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയുള്ളൂ, അപ്പോഴത്തേക്ക് തെങ്ങായിട്ടാണോ? ഓക്കെ, കറക്റ്റ് ആൻസറാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സ്റ്റോറേജ് ഇല്ലാത്ത മേശ ഏതാണ്? സ്റ്റോറേജ് ഇല്ലാത്ത മേശ. ടേബിൾ. നമുക്ക് കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ഒരു ടേബിൾ കിട്ടും. ആദ്യം ഇവിടെ സൗണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ജയിക്കുന്നവർ പിന്നോട്ടും തോൽക്കുന്നവർ മുന്നോട്ടും പോകുന്ന ഒരു മത്സരം. ഓണത്തിനൊക്കെ കളിക്കുന്ന വള്ളംകളിയല്ല. ജയിക്കുന്നവർ പിന്നോട്ടും തോൽക്കുന്നവർ മുന്നോട്ടും പോകുന്ന കളി. വടംവലി. കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇപ്പോൾ ഇയാളാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ കൂടെ ഇല്ലെങ്കിൽ നിനക്ക് യാത്ര അനുവാദമല്ല. വണ്ടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. വെഹിക്കിൾസ് ആയിട്ടൊക്കെ. പെട്രോള്. ഞാൻ കൂടെ ഇല്ലെങ്കിൽ കൂടെ ഇല്ലെങ്കിൽ ഒരു സ്ഥലത്തും പോകാൻ പറ്റത്തില്ല. അലൗഡ് അല്ല ഒരു സ്ഥലത്തും ഈ ഒരു സാധനം ഇല്ലെങ്കിൽ. പുതിയ വണ്ടി എടുക്കുമ്പോൾ ഈ ഒരു സാധനം ഇല്ലെങ്കിൽ പൊല്യൂഷനാ. അത്രത്തോളം ഇല്ല. നമ്മുടെ വെഹിക്കിൾസിന്റെ ഒക്കെ ഫ്രണ്ടിലേക്ക് ബാക്കിലേക്കുള്ള നമ്പർ പ്ലേറ്റ്. നമ്പർ പ്ലേറ്റ്. കറക്റ്റ് ആൻസർ. ആ ക്വസ്റ്റ്യൻ ഒരു ലോജിക് ഇല്ല ഇല്ല ഒട്ടുമില്ല ഒട്ടുമില്ല. ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുഴപ്പമില്ല, ഞാൻ പിന്നെ എടുത്തിട്ടേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചപ്പാത്തിയും ചിക്കൻ കുനിയും തമ്മിലുള്ള ബന്ധമുണ്ട്. ആര് പരത്തും? രണ്ടും പരത്തും. ചപ്പാത്തി എന്തോ ചിക്കൻ കുനി നമ്മൾ പരത്തും. മനുഷ്യരനെ ചിക്കൻ കുനിയും ചിക്കൻ ബോക്സും എല്ലാം. ചിക്കൻ കുനിയും ചപ്പാത്തിയും തമ്മിലുള്ള അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരാൾ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടെ, അയാളുടെ കയ്യിൽ ഒരു തോക്ക് മാത്രമേ ഉള്ളൂ. അയാൾ എങ്ങനെ രക്ഷപ്പെടും? തോക്കിനകത്തൊരു സാധനം ഉണ്ട്, അതിൽ കയറി രക്ഷപ്പെടും. എങ്ങനെ? പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വാഹനമാണത്. അത് തോക്കിനകത്തുണ്ട്, അതിൽ കയറി രക്ഷപ്പെടും. 2 വീലൊക്കെ. സൈക്കിളൊക്കെ കഴിഞ്ഞിട. ഇതൊക്കെ പണ്ട്. എന്താ ഇത്? തോക്കിനകത്ത് കാണുന്ന ഒരു സാധനം. റൈഫിൾ. ഭൂ വരണ സാധനം. തോക്കിന്റെ അകത്ത് ബുള്ളറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി. തെങ്ങ്.
രണ്ട് ദിവസം റിപ്പീറ്റ് ആണ്. ആ ഞാൻ ജയിച്ചേ. ഇല്ല. 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കഴുകാൻ പറ്റാത്ത പാത്രം ഏത്? കഥാപാത്രം. കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എപ്പോഴും തണുത്ത് വിറച്ചിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരമുണ്ട്. കാര്യം അടുത്ത ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പഴഞ്ചൊല്ലി ചോദിക്കാം. അകത്തറുത്താൽ പുറത്തറിയും. എന്താണ്? ചക്ക. പിന്നല്ല. ചക്കേ. മണം. ഓ അങ്ങനെ. ഓക്കെ, അപ്പോൾ എന്തായാലും പേര്? വിദ്യ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയ് വിദ്യയാണ്. വിദ്യയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ VMTV ന്യൂസിന്റെയും ചെറിയൊരു സ്നേഹോപകാരം. ചെറിയൊരു ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഓക്കെ, ഇപ്പോൾ തന്നെ പൊട്ടിക്ക് 4 അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.